പോകും. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ, ഞങ്ങൾ ആരോടെ പറയണ്ടേ? ഇപ്പം നിങ്ങളെ പോലുള്ള ചാനലുകാർ വരുമ്പോൾ ഞങ്ങൾ ഉള്ളതെന്ന് സംസാരിക്കും. നിങ്ങളത് ഉചിതമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം 40-50 കൊല്ലത്തോളമായി ഇവിടെ ഇടപാട് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവരെ വെറും ഒരു വിലയില്ലാത്തവരാക്കി വെറുതെ പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ആലുവ മാർക്കറ്റിന്റെ നവീകരണത്തിനായി മാർക്കറ്റിലെ കടകൾ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ബദൽ സൗകര്യം ഫലപ്രദമായി ഏർപ്പെടുത്താതെ കടകൾ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി കച്ചവടക്കാർ രംഗത്ത് വന്നു. കനത്ത പോലീസ് ബന്ദോബസ്തോടെയാണ് നഗരസഭ അധികൃതരെത്തിയത്. അതോടൊപ്പം തന്നെ ഈ പണി നടക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഇവരുടെ ഉപജീവന മാർഗം കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്കായിരിക്കണം. ഇതുപോലെ 3.25 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ബിൽഡിംഗ് വരുന്നത് വെറും 50 സെൻറ്റ് സ്ഥലത്താണ്. അങ്ങനെയായിട്ടുള്ളൊരു അവസരം നമ്മൾ ചോദിച്ചു, എന്താ അതിൻ്റെ അകത്ത് കുഴപ്പമുള്ളത്? ഇവർ പറയുന്നത് നിർമ്മാണം തടസ്സം വരുമെന്നാണല്ലോ പറയുന്നത്. ആ കോൺട്രാക്ടർമാരായിട്ട് സംസാരിക്കാം. ആ രീതിയിലേക്ക് നമ്മളുടെ എറണാകുളം മാർക്കറ്റ് പണിതും കലൂർ മാർക്കറ്റ് പണിതും അങ്ങനെ നിരവധിയായിട്ടുള്ള മാർക്കറ്റുകൾ ഇവിടെ പണിയുന്നുണ്ടല്ലോ. അതിനെല്ലാം തന്നെ ഈ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഏർപ്പാടുമായി നഗരസഭ ഉള്ളത്. ഒരു കാരണവശാലും തൊഴിലാളികളുടെ പണി പോകാനും അതോടൊപ്പം തന്നെ നാട്ടിലെ വ്യാപാരികളുടെ അടക്കമുള്ള ഒരു വിഷയം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കോടതി വിധി മുനിസിപ്പാലിറ്റിയും കച്ചവടക്കാരും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഈ എഗ്രിമെൻ്റ് വെക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഏർപ്പാടാക്കുന്ന സ്ഥലത്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഈ കടമുറികൾ പൊളിക്കുവാൻ വേണ്ടി സെക്രട്ടറി നേതൃത്വത്തിലൂടെ വന്നത്. ഈ കണ്ട പോലീസ് എല്ലാവരും പോലീസ് എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ചതിന്റെ പേരിലും, കാരണം ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം ഇതാണ്, ഞങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചു തരാണ്ട്. കാരണം നിലവിൽ കോടതിയിൽ കേസ് പോയിട്ടില്ല, 29 കോടതി കേസ് എടുക്കുക. അപ്പം അതുവരെയുള്ള സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബഹുമാന്റെ കളക്ടറിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് ഈ സംഭവങ്ങൾ ഇവിടെ വെച്ച് അവരത് പരിഹരിച്ച് വിട്ടേക്കുന്നുണ്ട്. ആ ജില്ലാ കളക്ടർ ഇപ്പോൾ ഇടപെട്ട് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് സ്ഥലം അതിന് മുമ്പിൽ ഏകദേശം 2 ഏക്കർ സ്ഥലം വേറെ കാര്യകിടപ്പുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാണ്ട് മാർക്കറ്റിലെ കച്ചവടക്കാരെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അജണ്ട. കാരണം ഞങ്ങളോട് സെക്രട്ടറി ഞങ്ങൾ ചർച്ചയ്ക്ക് എന്നോ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു മുറി തരും എന്നാ പറഞ്ഞേ. പക്ഷേ ഇന്നലെയൊക്കെ പേപ്പറിൽ വന്ന വാർത്തകൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇത് ലേലം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ചെയർമാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോഴും പുള്ളി ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. കോടതി വിധി എന്താണോ അത് വെച്ച് മുന്നോട്ട് പോകാൻ ആ പുള്ളി പറയണേ. കാരണം ഒരു രീതിയിലും ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്കൊരു MLA ഉണ്ട്. ഈ MLA ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് കച്ചവടക്കാർ എന്താണ് പണിയാത്തത്? ആരാണ് പ്രശ്നക്കാർ? കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരെയും മുനിസിപ്പാലിറ്റിയും വിളിച്ചിരുത്തി MLA അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ആ പരിഹരിക്കാവുന്ന കേസ് എവിടെ ഉള്ളൂ. ഈ നേരം വരെ ഈ MLA എന്ന് പറഞ്ഞ ആള് ഈ പ്രദേശങ്ങൾ കണ്ടില്ല. പോലീസിന്റെ അകമ്പടിയോടെ JCB ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോടെ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും ചേർന്ന് തടഞ്ഞു. തുടർന്ന് സംഘർഷ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൽക്കാലികമായി നടപടികൾ നിർത്തിവെച്ചത്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.